സംസ്ഥാന BJP ഘടകം ഉണരുകയാണ്. അമിത്ഷാ കേരളത്തിലേക്ക് എത്തുന്നു. 2 തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരുക്കത്തിലേക്കാണ് കടക്കുന്നത്. വിഭാഗീയത വെച്ച് പുലർത്തുന്നവരെ ഇനി പൊറുപ്പിക്കില്ല എന്നുള്ള ഒരു താക്കീതുമുണ്ടാകും. അമിത്ഷാ വരുന്നത് ഒരു 1.5 വരവാണ് വിജയനാഥൻ. എന്താണെന്ന് മനസ്സിലായോ? വലിയൊരു സംഭവം ഉണ്ടായി ഇന്നലെ തന്നെ. എന്താണ് അമിത്ഷാ വരുന്നതിൻ്റെ സൂചനയായിട്ട്? വസന്തത്തിന് മുമ്പുള്ള ഇടിമുഴക്കം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലൊന്നും ഉണ്ടായി. എന്താണ് സംഭവം എന്ന് അറിഞ്ഞോ? കേരളത്തിലേക്ക് വരുന്നതിന് മുമ്പ് കേരളത്തിൻ്റെ ദുരിതാനുഭവങ്ങൾക്ക് 150 കോടി ദുരന്തമുണ്ട്. പ്രകൃതി ദുരന്തത്തിന് 150 കോടി രൂപ ഇനാമായിട്ട് പ്രഖ്യാപിച്ചു. ഇത് കിട്ടും. ഇത് ലോണല്ല. നമ്മൾ വയനാട് പാക്കേജായിട്ട് കൊടുത്തത് ലോണാണ്. 50 വർഷം കഴിഞ്ഞ് തിരിച്ചടയ്ക്കാനുള്ളത്. ഈ 150 കോടി എന്ന് പറയുന്നത് ഈ ഇനാമായിട്ടും കൊടുക്കുകയാണ്, സൗജന്യമായിട്ട് കൊടുക്കുകയാണ്. കേരളത്തിലെ ഈ പ്രകൃതി ദുരന്തം അനുഭവിക്കുന്ന വയനാട് മാത്രമല്ല, എല്ലാ പ്രദേശങ്ങളും മറ്റു സംസ്ഥാനങ്ങൾ. ഇപ്പോഴാണ് അദ്ദേഹം വരുന്നതിന് തൊട്ട് തലേദിവസമാണ് ഇത് കൊടുക്കുന്നത്. ഇതവിടെ കരുതി വെച്ചിരുന്നു. കേന്ദ്രത്തിൽ നിന്നൊന്നും കിട്ടുന്നില്ല പരാതിക്ക് ഒരു മറുപടി കൊടുക്കാനായിട്ട് ഇന്നലെ കൊടുത്തു. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ആ പരാതി വേണ്ട. ഇതങ്ങനെയാണ്. വളരെ വരുന്ന അല്ലെങ്കിൽ എന്ത് പറ്റും? ഒന്നും തന്നില്ല, ഇതങ്ങ് മറക്കും ജനങ്ങൾ. ഒന്നും തന്നില്ല എന്ന് പറയും. തൊട്ടു തലേ ദിവസം തന്നെ അവർക്ക് അവകാശപ്പെടാൻ ഒരു 150 കോടി അത്ര ചെറിയ സംഖ്യയൊന്നുമല്ല, ഒരു സംഖ്യ കൊടുത്തിരിക്കുകയാണ് സൗജന്യമായിട്ട് കേരളത്തിന്. നമുക്ക് വാർത്തകളിലൊന്നും അധികം വന്നിട്ടില്ലെങ്കിലും ആ അകമ്പൊടിയോട് കൂടിയാണ് അദ്ദേഹം കേരളത്തിലെത്തുന്നത്. കേരളത്തിലെത്തുമ്പോൾ ചില സൂചനകൾ നമുക്ക് നേരത്തെ തന്നെ ലഭിച്ചിട്ടുണ്ട്. സുരേന്ദ്രൻ പക്ഷം ആരെയൊക്കെ അഗണ്യ കോടിയിലേക്ക് മാറ്റി നിർത്താൻ ശ്രമിച്ചോ, പൂർണ്ണമായിട്ട് വിജയിച്ചില്ല. ആ ആൾക്കാരെയൊക്കെ തന്നെ തിരിച്ചു കൊണ്ടുവരികയാണ് ഭാരവാഹി പട്ടികയിലേക്ക്. ഭാരവാഹി പട്ടിക ഉടനെ പ്രഖ്യാപിക്കുമെന്നാണ് പറയുന്നതെങ്കിലും പട്ടിക തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു പട്ടിക. ഇതിനകത്ത് തീരുമാനമാകാനുള്ളത് ജനറൽ സെക്രട്ടറിമാരുടെ കൂട്ടത്തിൽ അനിൽ ആൻ്റണിയാണോ ഷോൺ ജോർജ് ആണോ വരുന്നതെന്നുള്ളൊരു സംശയം മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി ശോഭ സുരേന്ദ്രൻ വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് വരികയാണ്. BJPയുടെ നയവും അതാണ്, വനിതകൾക്ക് പ്രാധാന്യം നൽകുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട്. പിന്നെ ന്യൂനപക്ഷങ്ങൾക്കുള്ള പ്രാധാന്യം. അതിലിപ്പോൾ 2 പേരുള്ളതിൽ ഒരാളിനെ എടുക്കും. അതാണ് ഞാൻ പറഞ്ഞ അനിൽ ആൻ്റണി അല്ലെങ്കിൽ ഷോൺ ജോർജ്. ഇതെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക. ഇതും അമിത്ഷായും കണ്ടു കഴിഞ്ഞു. കേരളത്തിൽ വന്നതിൻ്റെ ഒരു ഫൈനൽ കോർ കമ്മിറ്റി യോഗത്തിലൊരു തീരുമാനം അറിയിച്ചിട്ട് പോവാം. 2 പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അതുകൂടാതെ പ്രധാനപ്പെട്ട ഒരു യോഗം BJP ഭാരവാഹികളുടെ യോഗം പുത്തരിക്കണ്ടം മൈതാനത്ത് വെച്ച് നടത്തുക. അതുകൂടാതെ അത് പൊതുയോഗത്തിന് മുമ്പ് എവിടെയെങ്കിലും വെച്ച് പ്രധാനപ്പെട്ട ആൾക്കാരുമായിട്ട് അദ്ദേഹത്തിൻ്റെതെന്ന് പറഞ്ഞാൽ ശരിക്കും കൃത്യമായിട്ട് ഒരു ആവശ്യമില്ലാതെ പണം ചെലവഴിക്കാൻ പാടില്ല. നിങ്ങളൊരു മണ്ഡലത്തിൽ മത്സരിക്കുകയാണെങ്കിൽ അത് ഇത്രയും കോടി രൂപ ചെലവഴിച്ചു കഴിഞ്ഞാൽ അവിടെ പിടിച്ചിരിക്കണം. ഫലമില്ലാത്ത ഒന്നും പാടില്ല. കർമ്മണ്യേ വാധികാരേഷു എന്നുള്ള ആ ചിന്തയൊന്നും അദ്ദേഹമല്ല. കർമ്മണ്യേ വാധികാരേഷു, അതായത് നിനക്ക് കർമ്മത്തിന് മാത്രമേ അധികാരമുള്ളൂ, ഫലത്തിന് അധികാരമില്ലെന്നല്ല. റിസൾട്ട് ഓറിയൻറ്റഡാണ് അദ്ദേഹം. ഫലമുണ്ടാകണം. ഫലേഷു കഥാചന ഇല്ല അവിടെ ഫലം ഉണ്ടാകണം, റിസൾട്ട് ഉണ്ടാക്കണം. നിങ്ങൾ ഇത്രയും കോടി മുടക്കി ഇത്രയും ആൾക്കാരെ അവിടെ അധ്വാനിപ്പിക്കുമ്പോൾ ആ മണ്ഡലം നിങ്ങൾ പിടിച്ചിരിക്കണം. കേരളത്തിൽ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ 35 സീറ്റ് നേടണമെന്നായിരുന്നു അദ്ദേഹം. നമ്മൾ വിചാരിക്കും ഇത് അതിശയോക്തിയാണ്. പക്ഷേ ഇത്രയും സീറ്റുകൾ നിങ്ങൾ അതിനുള്ള പണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കണം. ഒരു മാർവാടിയെ പോലെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള നിർദ്ദേശങ്ങളായിരിക്കും കൊടുത്തിരിക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പ് നിങ്ങൾ പിടിക്കണം, ഞങ്ങളെല്ലാ സഹായവും പിന്നിൽ നിന്ന് ചെയ്തു തരാം എന്നുള്ള രീതിയിലായിരിക്കും എന്താ സാധ്യത. എങ്കിലേ അടുത്ത വർഷമെങ്കിലും ടാർഗറ്റ് പൂർത്തിയാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടി കേരളത്തെ വേണ്ട വിധത്തിൽ സഹായിച്ചുകൊണ്ടും. ഇവിടെ വലിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുള്ളത് വിജയനാഥനെ അറിയാവുന്നതുപോലെ തന്നെ 2 തരത്തിലുള്ള സമാന്തരമായിട്ടുള്ള ചിന്തകളുണ്ട് BJP എങ്ങനെ ഓരോ തെരഞ്ഞെടുപ്പിനെയും അതുപോലെ പൊതുജനങ്ങളെയും നേരിടണം എന്നത് സംബന്ധിച്ച്. ഒന്നാമത്തെ സ്കൂളെന്ന് പറയുന്നത് നമ്മൾ രാഷ്ട്രീയ വിഷയങ്ങളിൽ വളരെ ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ട് സമരങ്ങൾ നടത്തിക്കൊണ്ട് പ്രതിഷേധാഗ്നിയുടെ ജ്വാലകൾ ജ്വലിപ്പിച്ചുകൊണ്ടും നമ്മൾ ഭരണകക്ഷിയെ എതിർക്കണം എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ സ്കൂളെന്ന് പറയുന്നത് നിങ്ങൾ വികസന പരിപാടികളെക്കുറിച്ച് മോദിയുടെ കേന്ദ്രത്തിൻ്റെ വികസന പരിപാടികളുടെ ജനങ്ങളിൽ എത്തിച്ചുകൊണ്ടും ജനങ്ങളെ സഹായിച്ചുകൊണ്ടും രാഷ്ട്രീയം അധികം പറയാതെ പോവുക എന്നുള്ളതാണ്. ഒന്നാമത്തെ സ്കൂളിലാണ് നരേന്ദ്രമോദി. നോക്കൂ, നമ്മൾ ഈ നരേന്ദ്രമോദി ഏതെങ്കിലും രാഷ്ട്രീയം ഭരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് സമയത്തല്ലാതെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രമേ പറയുള്ളൂ. പക്ഷേ
തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രചാരണ യോഗങ്ങളിൽ അതിശക്തമായിട്ട് പ്രതിപക്ഷത്തെ കീറി മുറിക്കുന്ന വാക്കുകളും പുതിയ കണ്ടുപിടുത്തങ്ങളും അദ്ദേഹം നടത്തി. അവിടെ മാത്രമേ അദ്ദേഹം ഈ രാഷ്ട്രീയം പറയാറുള്ളൂ. അല്ലാതെ പോകുമ്പോഴെല്ലാം വികസനം, ഇത്ര കോടി രൂപ അവർക്ക്, ഇത് വലിയ മേൽപ്പാലങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു, വലിയ ദേശീയപാതകൾ ഉദ്ഘാടനം ചെയ്യുന്നു, വിമാനം വന്നിറങ്ങാൻ സൗകര്യമുള്ള പാതകൾ ഉദ്ഘാടനം ചെയ്യുന്നു, അതുവരെ അസാധ്യമെന്ന് കരുതിയിരുന്ന ടണലുകൾ, ജവഹർ ടണൽ പോലെ നിർമ്മിക്കുന്നു, വന്ദേ ഭാരത് എക്സ്പ്രസ് അങ്ങ് ജമ്മു കാശ്മീരിൻ്റെ അങ്ങേയറ്റത്ത് വരെ എത്തിക്കുന്നു. ഈ വന്ദേ ഭാരത് എന്ന് പറയുന്നത് നമുക്ക് ഇതുവരെ ചിന്തിച്ചിട്ടുള്ള, നമുക്ക് പ്രാപ്യമാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണോ? അതുപോലുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അതാണ് അദ്ദേഹത്തിൻ്റെ വോട്ടിന് വേണ്ടിയിട്ടുള്ള ചോദ്യം. എനിക്ക് തോന്നുന്നു മുൻകാലങ്ങളിൽ ഇല്ലാത്ത ഒരു വരവാണ് ഈ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ കേരളത്തിലേക്ക്. കാരണം രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന അധ്യക്ഷനായി കൊണ്ടുവന്നതിന് ശേഷം കേന്ദ്രത്തിൻ്റെ കൃത്യമായ മേൽനോട്ടം ഉണ്ട് എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ളത്. അതെ, കേന്ദ്രവും ഇദ്ദേഹവും കൂടെ ചേർന്ന് വലിയ ഒരു തരത്തിലുള്ള ഒരു കൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു കെമിസ്ട്രി അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. കേന്ദ്രത്തിൻ്റെ ഇംഗിതമനുസരിച്ചാണ് അദ്ദേഹം പറഞ്ഞത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മത്സരിക്കേണ്ട. ഇത് കണ്ടില്ലേ ഫലം? അത്ര ശ്രേഷ്ഠമായിട്ടുള്ളൊരു ഫലമൊന്നുമല്ല അവർക്ക് അവിടെ ലഭിച്ചത്. അത് ചന്ദ്രശേഖർ കച്ചവടക്കാരനാണ്. 5 പൈസ അങ്ങോട്ട് ഇട്ടാൽ 15 പൈസ ഇങ്ങോട്ട് കിട്ടണമെന്നുള്ള ഒരു മാർവാടി മനസ്ഥിതിയാണ് അമിത്ഷായ്ക്കുള്ളത്. ആ രീതിയിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അത് പറഞ്ഞിട്ടുണ്ട്, ഈ കോർ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ട്, പ്രവർത്തകരോടും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പരസ്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് പരമാവധി സീറ്റുകൾ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കും ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നു. ആ വിഷയങ്ങളായിരിക്കും ഇവിടെ ഉന്നയിക്കപ്പെടുക. അതിന് വികസനമാണ് വേണ്ടത്. വികസനത്തിൻ്റെ വാഗ്ദാനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, ചെയ്യാം എന്നുള്ള കാര്യങ്ങളും മറ്റു സംസ്ഥാനങ്ങൾ എങ്ങനെ BJP ഭരണത്തിൽ ഡബിൾ എൻജിൻ ഭരണങ്ങളിൽ വിജയിച്ചത് എങ്ങനെയെന്നുള്ള കാര്യങ്ങളും അദ്ദേഹം വിശദമാക്കും. അത് ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ഈ പ്രവർത്തകരോട് പറയാനും ഉള്ള സാധ്യതയാണ് കാണുന്നത്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം BJPയിൽ അനൈക്യമുണ്ട്. ഇപ്പോൾ നേതൃത്വത്തിൽ സുരേന്ദ്രൻ പക്ഷം, അങ്ങനെ പല പക്ഷം, ശോഭാ സുരേന്ദ്രൻ പക്ഷം, അങ്ങനെ പക്ഷം, ഇപ്പോൾ ഒരു പുതിയ പക്ഷം കൂടാണ് ഉണ്ടായിരിക്കുന്നത്, രാജീവ് ചന്ദ്രശേഖർ പക്ഷം. കാരണം അമിത രാഷ്ട്രീയം വേണ്ട, വികസനത്തിൻ്റെ മന്ത്രം ജനങ്ങളിൽ എത്തിച്ചാൽ മതി എന്നുള്ള ഒരു പക്ഷം. ഈ പക്ഷങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു പക്ഷവുമായിട്ടായിരിക്കും അമിത്ഷാ വരുന്നത്. അത് തീർച്ചയായിട്ടും ഇവർക്ക് അംഗീകരിച്ചേ പറ്റില്ല. ഇത്തവണ വലിയ ഒരു താക്കീതാണ് കൊടുത്തിരിക്കുന്നത്. കാരണം വരാൻ പോകുന്ന തദ്ദേശമായാലും നിയമസഭയായാലും വ്യക്തമായ ഒരു മുന്നേറ്റം, വെറും ഒരു വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക അല്ല ലക്ഷ്യം. ഇനിയിപ്പോൾ സീറ്റ് നേടുക എന്നുള്ളതാണ്. നിയമസഭയിൽ അവർക്കൊരു കണക്കുകൂട്ടലുണ്ട്. 2024 ലോക്സഭാ കണക്കനുസരിച്ച് 11 മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പാക്കാം. പിന്നെ 9 ഇടങ്ങളിൽ 2ാം സ്ഥാനം. ഈ 2ാം സ്ഥാനം എന്നൊക്കെ പറയുന്നത് 1ാം സ്ഥാനക്കാരനുമായിട്ട് വലിയ അന്തരമൊന്നുമില്ല. ഏതാണ്ടൊരു 2000-5000 വോട്ടുകൾക്ക് മാത്രമാണ് നിൽക്കുന്നത്. അതൊക്കെ ഈ അവസരത്തിൽ മുതലെടുക്കാമെന്നുള്ള അതിനുള്ളൊരു കാലിബ്രേറ്റഡ് ആക്ഷൻ BJPയുടെ ഒരു പാക്കേജ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ പ്രഖ്യാപനങ്ങളും ഈ പ്രാവശ്യം ഉണ്ടാകും. BJP വന്നു കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങളെ കുറേയൊക്കെ അവർ ഇപ്പോൾ സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെയുള്ള കാര്യങ്ങൾ പിണറായിയെ അമിതമായിട്ട് എതിർക്കുക എന്നുള്ളൊരു രീതി അവർക്കില്ല, മോഡസ് ഓപ്പറൻഡി അവർക്കില്ല, രീതിശാസ്ത്രം അവർക്കില്ല. കോൺഗ്രസിനെ അവിടെ ടാർഗറ്റ് ചെയ്യും. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളും തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ശശി തരൂരിനെ ഇതിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ആ തിരുവനന്തപുരത്ത് അതുപോലുള്ള പ്രദേശങ്ങളിൽ വമ്പിച്ച കോൺഗ്രസ്സുകാരുടെ ഒരു ഒഴുക്ക് തീർച്ചയായിട്ടും BJPയിലേക്കാവണമെന്നില്ല, മറ്റു പാർട്ടികളിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അവരുടെ ഒരു വിശ്വാസ ഗോപുരമായിരുന്നു ശശി തരൂർ എന്ന് പറയുന്നത്. അദ്ദേഹം തിരുവനന്തപുരത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന കുറേ ആൾക്കാരെ കോൺഗ്രസിൽ നിന്ന് തന്നെ ഇവർ BJPയിലേക്ക് ആകർഷിക്കാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട്. കാരണം പലരും നിരാശരായി നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ തങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ കിട്ടില്ല എന്ന് ഉറപ്പ് വരുന്നതോടുകൂടി പലരും വിട്ടുപോകാൻ സാധ്യത. BJPയുടെ ഒരു തന്ത്രം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള നേതാക്കളെ സ്വന്തം പാർട്ടിയിൽ ചേർത്തുകൊണ്ട് അവരുടെ സ്വാധീനം ഉപയോഗിക്കുക എന്നുള്ളതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അങ്ങനെ പലരും പല പാർട്ടികളും കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല BJPയിലേക്ക് വരുത്താനുള്ള ശ്രമങ്ങൾ. അധികാരമാണല്ലോ, അതാണല്ലോ നമ്മൾ അധികാരത്തിലിരിക്കുമ്പോൾ ഭരണ അനുകൂലമായിട്ട് അവർക്ക് പലതും ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടപ്പാക്കാനുള്ള സാധ്യതയുണ്ട്. ഓരോരുത്തർക്കും ഓരോ സ്ഥാനമാനങ്ങൾ കൊടുത്താൽ വിട്ടുപോരാൻ തയ്യാറുള്ളവരുണ്ട്. ആരെ ആ തന്ത്രത്തിൽ കൂടെ എടുക്കും. അങ്ങനെയൊക്കെയുള്ള തന്ത്രങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഇൻകുംബൻസി എന്നാണ് പറഞ്ഞത്, നോൺ ഇൻകുംബൻസി എന്നല്ല, ഇൻകുംബൻസി. ആ ഇൻകുംബൻസി
അവർ പരമാവധി ഉപയോഗിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.